നമസ്കാരം. മാർച്ച് മാസത്തിലൂടെയാണ് ഏവരും കടന്നു പോകുന്നത്. ഈ മാർച്ച് മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളും വന്ന് ചേരുന്നതാകുന്നു. അതിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത്, പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ദേവിയുടെ കടാക്ഷം കൂടി ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകുന്നു. പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ നോക്കുകയാണ് എങ്കിൽ കർമ്മരംഗത്ത് ശുഷ്കാന്തി തുടരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. അതിനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. നിങ്ങൾക്ക് പല തരത്തിലുള്ള ആദർശങ്ങൾ സൂക്ഷിക്കുന്നവരാകുന്നു. ആ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പല തീരുമാനങ്ങൾ കൈക്കൊണ്ട് അഥവാ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വേതന വർധനവോ സന്തോഷകരമായ വാർത്തകളോ സ്ഥാനക്കയറ്റമോ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ജോലിക്കായി നിങ്ങൾ ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത് ജോലി മാറുവാനായുള്ള ശ്രമങ്ങൾക്കാണ്. എന്നിരുന്നാൽ പോലും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഈ സമയങ്ങളിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ ഉദ്ദേശിച്ചതായ രീതിയിലുള്ള മേന്മ വന്ന് ചേരുന്നതാണ്. കലാകാരന്മാർക്കും അനുയോജ്യമാണ് സമയം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. ഈ സമയം മത്സര പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിച്ച് ഇവർ മുന്നോട്ട് പോവുക. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും പൊന്നാക്കുവാൻ അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായതായ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ നിങ്ങൾക്ക് പാലിക്കപ്പെടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഗാർഹികമായ സംതൃപ്തി നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പിണക്കം അഥവാ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരും. പണയ വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകാം. അല്ലെങ്കിൽ ആ ആഭരണം നഷ്ടപ്പെടാതെ ഇരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതായ അവസരമാകുന്നു. വിനോദയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പല രോഗങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ സാധ്യമാകൂ എന്ന കാര്യവും ഓർക്കുക.
മുൻകൂട്ടി നിങ്ങൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരൂ. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി മനക്ലേശങ്ങൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയേക്കാം. ആ കാര്യങ്ങൾ അല്പം നിങ്ങൾ ശ്രദ്ധിക്കുക. 10-ലെ രാഹു നിങ്ങൾക്ക് കർമ്മ വിമുക്തത വന്നു ചേരുന്നതിന് കാരണമാകാം. ക്രയവിക്രയങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ, അതേപോലെ തന്നെ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതായത് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ആദിത്യനും ശനിയും അനുകൂല ഭാവത്തിലായതിനാൽ തന്നെ നേട്ടങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും അവ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ആശങ്ക ഒഴിയുന്നതായ സമയങ്ങൾ വന്നു ചേരും. മക്കളുടെ പഠിപ്പും തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു. അവിവാഹിതരാണ് എങ്കിൽ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം തടസ്സങ്ങൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പ്രതീക്ഷിച്ച സഹായം, വായ്പ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.